ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടിന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കൊഞ്ചുതീയലുമായിട്ടാണ്. ഞങ്ങൾ എങ്ങനെയാണ് സാധാരണ ഒരു കൊഞ്ചുതീയൽ വെക്കുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. സോ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തീയലിൻ്റെ പ്രധാന ഐറ്റമായ കൊഞ്ച് നമ്മൾ പൊളിച്ചിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ ഞരമ്പെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണിത്. നമ്മുടെ കൊഞ്ച് തീയലിന് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കാരണം തീയലുകൾക്ക് പൊതുവെ നമ്മൾ കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 10-25 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി, ഒരു ചെറിയ സൈസ് ഇഞ്ചി, 2 തക്കാളിക്ക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ തേങ്ങ വറുക്കുന്നതിൻ്റെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം വഴറ്റുമ്പോഴും. നമ്മുടെ തീയലിന് വേണ്ടി നമ്മൾ ഇത്രയും ഒരു മുറിത്തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും തക്കാളിക്കയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ അരിഞ്ഞേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ തീയലിൻ്റെ എങ്ങനെയാണോ ആ കൂട്ട് വരേണ്ടത് ആ രീതിയിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ കൊഞ്ച് തീയലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ഒരു ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ തേങ്ങ ഒന്നല്പം ചൂടാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങയോടൊപ്പം ഇത് രണ്ടും കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ്ലി ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒരുമിച്ച് ഇളക്കി കൊടുക്കുക. ഇത് തേങ്ങ ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ എരി കുറച്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ പച്ചമുളകും ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വഴറ്റുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഒരു 1/4 സ്പൂൺ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതുപോലെ ഒരു 1/4 സ്പൂൺ മസാലപ്പൊടി ഇവിടെ പൊടിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ 1/4 സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. അതുപോലെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. കാരണം ഓൾറെഡി മസാലപ്പൊടിയിൽ കുരുമുളക് ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത്രയാണ് നമ്മുടെ പൊടി ഐറ്റംസ്. നമ്മളെ തേങ്ങ ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് മൂപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തേങ്ങ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഒരുമിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ആ ഒരു മണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളുടെ ഈ തേങ്ങയും പൊടി ഐറ്റംസും എല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആറിക്കഴിഞ്ഞ് മാത്രമേ നമ്മളിത് അരച്ചെടുക്കത്തുള്ളൂ. അപ്പം ഇത് നമുക്ക് മാറ്റി ഒരിടത്ത് വെച്ചേക്കാം. നമുക്കിനി നമ്മളുടെ പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി നമുക്ക് കൊഞ്ച് വേവിച്ചെടുക്കാം. പാൻ ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് നമ്മൾ ലാസ്റ്റിലേ താളിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം വഴണ്ടുന്നതിനൊപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം.
നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊഞ്ച് വേവുന്നിടം വരെ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. ജാറിനകത്തിട്ടിട്ടുണ്ട്. അരച്ചപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കറക്റ്റ്. ഒന്ന് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് തിളയ്ക്കട്ടെ. അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് പറ്റുന്നിടം വരെ വേവിക്കാം. ഉപ്പെല്ലാം പാകത്തിനിടുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കൊഞ്ചുതീയിൽ നന്നായിട്ട് കൊഞ്ചൊക്കെ നന്നായി വെന്ത് നന്നായിട്ട് അത് പറ്റിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു സൂപ്പർ ഒരു കൊഞ്ചുതീയലായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എന്നാലും ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ പെൻഡിങ് ആണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതുകൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വറ്റൽമുളകും മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ കൊഞ്ചുതീയിൽ അങ്ങനെ അതീവ രുചിയേറിയ കൊഞ്ചുതീയിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കടുക് താളിച്ചൊക്കെ ഒഴിച്ചു. ഈ തീയൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയറും കൂടെ ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.